ഹലോ നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് പത്തരമാറ്റിൻ്റെ കഥ ഒന്ന് നോക്കാം കേട്ടോ. പത്തരമാറ്റിൻ്റെ കഥയിൽ അനിയെ തല്ലിയത് കാരണം നാളെ മുത്തശ്ശൻ നിന്ന് കൊലവിളി നടത്തുകയാണ് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട്. സി ആണെങ്കിൽ മാപ്പ് പറയാൻ വേണ്ടി അനന്തപുരി പോകാൻ നിൽക്കുന്ന ആ സമയത്ത് തന്നെയാണ് മുത്തശ്ശൻ അങ്ങോട്ട് കയറി വരുന്നത്. മുത്തശ്ശൻ അങ്ങോട്ട് വരുന്നിട്ട് അയാളെ വലിച്ചു കയറിയ സി എനെ. അയാൾ പറയും, തന്നോട് ആരോടോ എൻ്റെ കൊച്ചുമോനെ തല്ലാൻ പറഞ്ഞു. അത് ഞാൻ പലവട്ടം പറഞ്ഞു ഇവിടെ വരരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കൂട്ടാക്കാതെ വന്നതുകൊണ്ടാണ് അറിയുക. അത് കൂട്ടാക്കാതെ വന്നു എന്ന് വെച്ചിട്ട് പിടിച്ച് തല്ലിയാണോ വേണ്ടത്? തനിക്ക് വേണമെങ്കിൽ അവളെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കാം. അങ്ങനെ ചെയ്യായിരുന്നു. താൻ എന്തിനാണ് തല്ലിയത്? തനിക്കിത് തല്ലാനുള്ളതാണോ അനന്തപുരിയിലെ പിള്ളേർ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങോട്ട് പറയാണ്. സി ഐക്ക് ഒന്നും മിണ്ടാല്ല. അയാളങ്ങനെ മിണ്ടാണ്ട തലയും ഇങ്ങനെ തലയും താഴ്ത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് നമ്മുടെ നന്ദു നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൽ പറയുന്നുണ്ട്, മേലാൽ എനിക്ക് കാരണം താനല്ല, തന്നെക്കാളും മുകളിലുള്ള ഓഫീസർമാരെ എനിക്കറിയാം, മാത്രമല്ല ആഭ്യന്തരമന്ത്രിനെ എനിക്കറിയാം. പക്ഷേ ഞാൻ അവിടെ ഒന്നും പോകാത്തത് എന്താണെന്ന് അറിയാം. എനിക്കിങ്ങനെ ആരോടത്തും ശുപാർശയും കൊണ്ട് ചെല്ലുന്നത് എനിക്കിഷ്ടമല്ല. എനിക്ക് എന്തെങ്കിലും ചെയ്യാനോ പറയണ്ടെങ്കിൽ ഞാൻ നേരിട്ട് വന്ന് പറയും. അതാണ് എൻ്റെ രീതി എന്ന് പറയുന്നത്. അതുകൊണ്ട് മേലാൽ എൻ്റെ പിള്ളേരെ തല്ലിയിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മറന്നൊക്കെ പറഞ്ഞ മാസ് ഡയലോഗ് അടിക്കണം നമ്മുടെ മൂർത്തി മുത്തശ്ശൻ. അത് കഴിഞ്ഞിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട്, നന്ദു മോളെ, നിന്നെ പെണ്ണ് കാണാൻ വന്നു എന്നൊരു ഒറ്റ കാരണത്തല്ല ഞാൻ ഇവനെ വെറുതെ വിടുന്നത്. കാരണം നാളെ ബന്ധുക്കാരായി കഴിഞ്ഞ് മുഖത്തോട് മുഖം നോക്കേണ്ടതല്ലേ, അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഇവനെ ഇപ്പോൾ ഒന്നും ചെയ്യാത്തത് എന്നിങ്ങനെ പറയുകയാണ്. അതിൽ നന്ദു ഒന്നും മിണ്ടുന്നില്ല. കാരണം അതുകൊണ്ട് ഇപ്പം ഞാൻ പോവാം, ഇനി മേലാൽ ഇത് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുത്തശ്ശൻ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നന്ദു ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഇയാൾ സി ഐ തിരിച്ച് റൂമിലേക്ക് തന്നെ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് തന്നെ കയറി പോവാണ്. അതിൽ ഈ സേവിയറോ എന്താ അയാളുണ്ടല്ലോ, അയാൾ ഈ തൊടിയിലും ചാടും ആ തൊടിയിലും ചാടും, അങ്ങനത്തെ ഒരു സ്വഭാവം. അപ്പോൾ നന്ദുവിനെ കാണുമ്പോൾ നന്ദുവിൻ്റെ അടുത്ത് നല്ലത് പറയും, സച്ചിദാനന്ദനെ കാണുമ്പോൾ അയാളുടെ അടുത്ത് പോയിട്ട് അത് പറയും. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ഇയാളുടെ. അപ്പോൾ നന്ദുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, വല്ല കാര്യം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ എന്തിനാന്ന് ആ പയ്യൻ ഇവിടെ വന്നപ്പോൾ തല്ലിയത്, ഒന്നും ചെയ്യാതെ വിട്ടത് അയാളുടെ ഭാഗ്യമാണ് എന്നൊക്കെ പറയും. അത് സി ഐക്ക് അറിയാഞ്ഞിട്ട്, സാറിന് അറിയാഞ്ഞിട്ടാണ്, മുത്തശ്ശി ഇത്രയല്ലേ പറഞ്ഞുള്ളൂ, സാധാരണ അതല്ല ഉണ്ടാവാറ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും മേടുള്ളതുകൊണ്ട് സച്ചി സാറ് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ കാണാമായിരുന്നു, ഇപ്പോൾ ഇവിടുന്ന് കെട്ടുമ്പെറുക്കി പോണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ എന്തായാലും തല്ലിയത് എന്തായാലും മോശമായി പോയി, അവനങ്ങനെ ഒരു പ്രശ്നക്കാരനല്ല, അതുകൊണ്ട് തല്ലിയത് മോശമായി പോയി എന്നിങ്ങനെ നന്ദു പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ഈ സേവിയർ സച്ചിൻ്റെ അടുത്തേക്കാണ്, സച്ചിദാനന്ദൻ്റെ അടുത്തേക്ക്. അപ്പോൾ സച്ചിദാനന്ദൻ പറയും, നമ്മൾ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു, ഇവിടെ വെച്ചപ്പോൾ നന്ദുവിൻ്റെ മുന്നിൽ നിന്ന് ഒരു സീനായി എന്നങ്ങനെ പറയണം. എന്തായാലും സാറ് അങ്ങോട്ട് പോകാൻ നന്നായി, സാറ് അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ മുന്നിൽ ചെറുതാവില്ലേ. അതല്ലടോ, ഇപ്പോൾ നന്ദുവിൻ്റെ മുന്നിൽ വെച്ചിട്ടല്ലേ പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ ഇയാളെടുത്ത് നോക്കിയാൽ നന്ദു മേടം ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അദ്ദേഹം എന്താ ചെയ്യാന്നറിയില്ല. കണ്ടില്ലേ, 6 അടി പൊക്കം, അദ്ദേഹത്തിൻ്റെ കൈയൊന്ന് വീണ്ടിട്ടുണ്ടെങ്കിൽ സാറ് അട്ട ചുരുളും പോലെ ചുരുണ്ടായിരുന്നു എന്നറിയും. അയാളതിന് തല്ലൊന്നുമില്ല എന്നൊക്കെ അങ്ങനെ പറയണം. എന്നാലും വയസ്സായ ഒരാളല്ലേ, ഇങ്ങോട്ട് വരുത്തേണ്ടിയിരുന്നില്ല എന്നൊക്കെ അങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ അയാൾ പറയും, സി ഐ പറയുമ്പോൾ, എന്തായാലും സേവിയർ ഒരു കാര്യം ചെയ്യണം കേട്ടോ, നന്ദുവിൻ്റെ മുന്നിൽ വെച്ച് എന്നെ നല്ലോണം പൊക്കി പറയണം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞോളാം സാറേ, അതൊന്നും പ്രശ്നമല്ല, ഞാനെല്ലാം പറഞ്ഞോളാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നാലും നന്ദു മേഡത്തിൻ്റെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ സാറിന് പറഞ്ഞപ്പോൾ ഒരു വിഷമം എന്ന് പറയുമ്പോൾ തന്നെ, സാധാരണ ട്രാൻസ്ഫറാണ് ചെയ്യാറ് അല്ലേ എന്നൊക്കെയാണ്. അത് എല്ലായിടത്തും എന്തെങ്കിലും ഇതുപോലെ അയാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക, അവിടുന്ന് ട്രാൻസ്ഫർ ചെയ്യാം പറയും. ഒരു കുടുംബമൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാറിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടല്ലേ, കുടുംബത്തിന് ബുദ്ധിമുട്ടല്ലേ അറിയാം. അപ്പോഴേക്കും നന്ദു അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നന്ദുവിൻ്റെ മുന്നിൽ നിന്ന് കൂടിയാണ് പറയുന്നത്. അപ്പോൾ സാറിനൊരു കുടുംബം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചാടി ഇടപെടുന്നത്. സാറിനൊരു കുടുംബം ഉണ്ടെങ്കിൽ ശരിക്കും സാറ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പോയി ഇടപെടില്ല. സാറിനൊരു കുടുംബം അത്യാവശ്യമാണ് എന്നൊക്കെ പറയുന്നത് നന്ദുവിനെ നോക്കിയിട്ട്. അപ്പോൾ നന്ദു ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ പറയും, നന്ദുവിനോട് സി ഐ താങ്ക്സ് പറയുന്നത്, നന്ദു ഉള്ളതുകൊണ്ടാണ് എന്നോട് കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാഞ്ഞത്, കാരണം നാളെ നമ്മൾ ബന്ധുക്കാരാകുമ്പോൾ അത് അവർക്കും ബുദ്ധിമുട്ടാവില്ലേ, അതുകൊണ്ടാണെന്നൊക്കെ പറയും. അപ്പോൾ നന്ദു ഒന്നും മിണ്ടാണ്ട് അങ്ങനെ നിൽക്കണം, ഇല്ല ഇയാൾ പറയുന്നത് മുഴുവൻ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്.
നന്ദു. അപ്പോൾ പറയും എന്തായാലും താങ്ക്സ് ഉണ്ട് നന്ദു എന്ന് പറയണം. അപ്പോൾ പറയും സാർ എന്നോട് താങ്ക്സ് ഒന്നും പറയണ്ട, പക്ഷേ അനി അങ്ങനെ ഒരു പ്രശ്നക്കാരനൊന്നും അല്ല, എൻ്റെ പിറകെ നടക്കണു എന്നല്ലാണ്ട് മാത്രമല്ല എൻ്റെ 2 ചേച്ചിമാരെ അങ്ങോട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം കൂടിയും എനിക്ക് എന്നോടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ വന്നത്. പക്ഷേ സാറ് തല്ലേണ്ടിയിരുന്നില്ല എന്ന് പറയും. അപ്പോൾ പറ്റിപ്പോയി, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഞാൻ വേണമെങ്കിൽ അനിയോട് സെപ്പറേറ്റ് വിളിച്ച് സോറിയൊക്കെ പറയാമെന്ന് പറയും. അതൊന്നും വേണ്ട അറിയാം. അപ്പോൾ സേവിയർ അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ സേവിയർ അറിയും എന്തായാലും സാറ് ഇനിയിപ്പോൾ എന്തായാലും ട്രാൻസ്ഫർ ഒന്നും ഉണ്ടാവില്ല, കാരണം മൂർത്തി സാറ് പറഞ്ഞല്ലോ പിന്നെ ബന്ധുക്കാരാവാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞല്ലോ എന്നറിയാം. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ നന്ദു വേഗം അങ്ങോട്ട് പോകുന്നുണ്ട്. ഇയാൾ സേവിയറും പോകുന്നുണ്ട് കേട്ടോ. സേവിയറും ഇവരുണ്ട് നിങ്ങൾ തമ്മിൽ ഇനി സംസാരിക്കുക എന്ന് പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ട് പോവുക. അപ്പോൾ നന്ദു അറിയില്ല ഞാനും പോകാറുണ്ട്, അവളും പോകുന്നുണ്ട്. പിന്നെ ഇയാൾ പിന്നെ ദിവാസ്വപ്നങ്ങൾ ഇങ്ങനെ കണ്ടിരിക്കുക, ഇനിയിപ്പോൾ ആരോടെങ്കിലൊക്കെ ഒന്ന് പറയണ്ടേ ഇത്. അങ്ങനെ പിന്നെ പോണത് അയാൾ മറ്റേ ഇവിടേക്കാണ്, അതായത് നന്ദുവിൻ്റെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. അപ്പോൾ ഇയാളെ കാണുമ്പോൾ ഗോവിന്ദനും കനകി ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ വരും ഇരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എന്താ അച്ഛനും അമ്മ ഇങ്ങനെ പേടിച്ച പോലെ നോക്കുമ്പോൾ ഒന്നുമില്ല, അല്ല ഞങ്ങളിനി വല്ല നന്ദു വല്ല പ്രശ്നമാക്കിയിട്ടാണോ വന്നതെന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ നന്ദു ഒരു പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, പക്ഷേ വിവരങ്ങളൊക്കെ അച്ഛനും അമ്മയും അറിഞ്ഞോ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കും എന്താണ് ചോദിക്കും. അപ്പോൾ പറയും എനിക്ക് ആനന്ദപുരിയിലെ അനിയനെ ഒന്ന് തല്ലേണ്ടി വന്നു പറയുമ്പോൾ തല്ലേണ്ടി വന്നു എന്താ കാര്യം എന്ന് ചോദിക്കും. അപ്പോൾ എനിക്ക് പൊതുവേ പെൺകുട്ടികളെ ആരും ശല്യപ്പെടുന്നത് ഇഷ്ടമല്ല. ഇപ്പോൾ ഞാൻ നന്ദുവിനെ ആലോചിച്ചു എന്ന് വിചാരിച്ചുകൊണ്ടല്ല, പൊതുവേ ഞാൻ അങ്ങനെ ഒരു സ്വഭാവമാണ്. എനിക്ക് അങ്ങനെ പെൺകുട്ടികളെ പിറകെ നടന്ന് പൂവാലന്മാർ ശല്യപ്പെടുത്തുന്നത് എനിക്കിഷ്ടമല്ല അറിയും. അപ്പോൾ ഗോവിന്ദൻ പറയും ഹനി അങ്ങനെ ഒരു പ്രശ്നക്കാരനല്ല, അവനൊരു പൂവാലനും അല്ല, നന്ദുവിനോടുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ അവിടെ വരുന്നത് എന്ന് പറയും. അത് ഞാൻ പറഞ്ഞതാണ്, പക്ഷേ അവിടുന്ന് മൂർത്തി സാറ് വന്ന് എന്നെ കുറേ വഴക്കൊക്കെ പറഞ്ഞു പറയുമ്പോൾ മൂർത്തി സാറ് വന്ന് വയ്ക്കും സ്റ്റേഷനിൽ വന്ന് വയ്ക്കുമ്പോൾ അതേ വരണ്ടിയിരുന്നില്ല, ഞാൻ വരുത്തിയ പോലെ ഇപ്പോൾ അത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അച്ഛനും അമ്മയ്ക്ക് എന്നോടൊന്നും നീരസമൊന്നും തോന്നരുത് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയും ഇല്ല അനി പാവം പയ്യനാണ്, അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത പയ്യനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുക. അതെനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയും. തല്ലും ചെയ്തു, അബദ്ധം പറ്റിയ പോലെ ഞാനിനി വേണമെങ്കിൽ അവിടെ പോയി അനിയെ മാത്രം വിളിച്ച് മാപ്പൊക്കെ പറയണമെങ്കിൽ പറയാം എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്തായാലും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചില്ലേ, ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അവർ. അപ്പോൾ പറയും അച്ഛനും അമ്മയ്ക്കും എന്നോട് നീരസമൊന്നും തോന്നരുത്, അതിൻ്റെ മുകളിൽ ഇനിയിപ്പോൾ നന്ദുവിന് അനിയെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അവരുടെ കല്യാണം നടത്തി കൊടുത്തോളൂ, എനിക്ക് അതിലും വിരോധമൊന്നുമില്ല കേട്ടോ. എനിക്ക് നന്ദുവിനെ ഇഷ്ടമായി, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് പെണ്ണന്വേഷിച്ചതാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെ, ഞാൻ നേരിട്ട് പോയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്തോളൂ പറയുമ്പോൾ അതൊന്നുമില്ല, ഞങ്ങൾക്ക് മോനെ ഇഷ്ടമാണ് എന്ന് പറയും. അപ്പോൾ അല്ല ഇനിയിപ്പോൾ കുട്ടികളുടെ മനസ്സല്ലേ എനിക്കറിയില്ല, ഞാൻ എൻ്റെ ഇടയ്ക്ക് കയറിയെന്ന് മാത്രം, നിങ്ങൾക്ക് വേണമെങ്കിൽ എനിക്ക് തന്നെ കൊടുക്കാം എന്ന് പറയുമ്പോൾ അപ്പോൾ പറയും അതല്ല അവളുടെ 2 ചേച്ചിമാരെയും അങ്ങോട്ടാണ് കൊണ്ടുപോയത്, പിന്നെ മൂന്നാമതൊരാളെയും കൂടി അങ്ങോട്ട് വിടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ മോൻ്റെ കല്യാണാലോചന വന്നപ്പോൾ ഞങ്ങളത് അംഗീകരിച്ചത്, മാത്രമല്ല മോനെ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമാവും ചെയ്തു എന്നൊക്കെ പറയും. അപ്പോൾ ഇയാൾക്കൊന്നും കൂടി ഉഷാറായി സച്ചിദാനന്ദന്. അപ്പോൾ പറയും എന്നാൽ ഇനിയിപ്പോൾ അതൊക്കെ അവിടെ കിടക്കട്ടെ, ഞാൻ എപ്പോഴും എൻ്റെ അച്ഛനും അമ്മയും അമ്മോട് പറയേണ്ടത് ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്, കാരണം ഞാനൊരൊറ്റ മോനാണ്, അവർക്ക് ഞാൻ വേഗം കല്യാണം കഴിച്ച് കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അപ്പോൾ എപ്പോഴാണ് പറഞ്ഞേക്കേണ്ടത് പറയുമ്പോൾ പറയും അത് മോൻ തന്നെ തീരുമാനിച്ചോളൂ, ഞങ്ങൾക്ക് അതിൽ വിരോധമൊന്നുമില്ല എന്നറിയും. എന്നാൽ അധികം വൈകാണ്ട് ഞാൻ അമ്മോട് ഇങ്ങോട്ട് വരാൻ പറയാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയും ആയിക്കോട്ടെ എന്നറിയും. അല്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടില്ല, മോളെ കല്യാണം വേഗം കഴിഞ്ഞ് കാണണം തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കനക. അപ്പോൾ പറയും അയ്യോ മോനെ സംസാരിച്ചിരുന്നത് അറിഞ്ഞത്, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറയുമ്പോൾ വേണ്ട അമ്മേ ഒന്നും വേണ്ട, ഞാൻ ഡ്യൂട്ടിയുടെ ഇടയിലൊന്ന് കയറിപ്പോയത്, അവിടെ വന്ന് വിവരം പറയാമല്ലോ എന്ന് ചോദിച്ചിട്ടൊന്ന് കയറിയതാണ് എന്ന് പറയും. അപ്പോൾ പറയും എന്നാൽ ശരി ഞാൻ ഇറങ്ങുകയാണ്, ഇപ്പോൾ എല്ലാം പറഞ്ഞ പോലെ, അപ്പോൾ നിങ്ങൾക്ക് നീരസമൊന്നും ഇല്ലല്ലോ എന്നോട് ചോദിക്കുമ്പോൾ ഇല്ല എന്നൊക്കെ പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇറങ്ങിപ്പോകുമ്പോൾ ഗോവിന്ദനും കനകയും പറയുന്നു അല്ല അവനെ തല്ലേണ്ടിയിരുന്നില്ല എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ അവനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ പോണതുകൊണ്ടാവും തല്ലിയിട്ടുണ്ടാവുക എന്നൊക്കെ ഇങ്ങനെ ഒരു പരസ്പരം സംസാരിച്ച് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വിഷമം ഉണ്ട് അവർക്ക്, അനിയെ തല്ലിയേറുമ്പോൾ അവൻ പാവമാണ് സത്യത്തിൽ, പക്ഷേ അവന് അത്രയ്ക്ക് ഇഷ്ടമാണ് നന്ദുവിനെ, പക്ഷെ നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ആദർശും നയനയും കൂടി സംസാരിച്ചു. അപ്പോൾ ആദർശിന് അനിയെ തല്ലിയെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സങ്കടം വരികയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്. അപ്പോൾ നയന അങ്ങോട്ട് വരുമ്പോൾ എന്താ ആദർശേട്ടാ വിളിച്ചത് പറയുമ്പോൾ കാര്യം നമ്മളുടെ നന്ദുവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനൊക്കെ തന്നെയാണ് നല്ലത്, പക്ഷേ അയാളൊരു തെറ്റ് ചെയ്തു എന്ന് പറയും. അപ്പോൾ എന്താ പറ്റി വയ്ക്കും. അപ്പോൾ പറയും ആ CI ഇല്ലേ നമ്മളുടെ അനിയനെ തല്ലി പറയും,
തല്ലിയോ എന്തിന് നോക്കി പറയും. അനിയ അവിടെ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ടാണ് അനിയെ തല്ലിയത് എന്നറിയാം. പറയും അയ്യോ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ചോദിക്കുമ്പോൾ പറയാം അത് എനിക്ക് അവൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനാണ്, അവന് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ എനിക്ക് ഭയങ്കര വിഷമം, എനിക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല, എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അവനെ. ഒരു മനുഷ്യൻ അവനെ തല്ലി പറഞ്ഞ് ഞാൻ സാധാരണ ഞാൻ നോക്കി നിൽക്കാറില്ല. ഇതിപ്പോൾ നന്ദുവിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളായതുകൊണ്ട് മാത്രമാണ് ഞാൻ ക്ഷമിക്കുന്നത്. നാളെ അവർക്കൊരു പ്രശ്നം ആവരുതല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ അനങ്ങാതെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അവനെ തൊട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. ഇതിപ്പോൾ അവൻ്റെ കവിളത്ത് പാടുമായിട്ട് നിൽക്കുന്നത് കാണാൻ വയ്യ എന്നൊക്കെ പറയും. അപ്പോൾ എന്തായാലും ആയി. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ ഇനി അവരെ കല്യാണം ഒന്നും മുടങ്ങണ്ട. ഇനിയിപ്പോൾ നാളെ നമ്മുടെ വീട്ടിൽ ബന്ധുവായിട്ട് വരേണ്ടവനല്ലേ, അതുകൊണ്ട് ഇനിയിപ്പോൾ കല്യാണം ഒന്നും മുടക്കണ്ട, കല്യാണം നടക്കട്ടെ. പക്ഷെ മനസ്സിൽ നിന്ന് അതൊന്നും അങ്ങോട്ട് പോണില്ല. ഇങ്ങനെ പറയുക. ആദർശ് സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നയനയോട്. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥ പോണത്. അപ്പോൾ നിങ്ങൾക്ക് കഥ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ കഥ മുഴുവനായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ ക്ഷമിക്കുക. സീരിയൽ എന്തായാലും മിസ് ചെയ്യേണ്ട, രസമുണ്ട് കാണാൻ. അതുപോലെ എൻ്റെ കഥ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ, എല്ലാവർക്കും ഇപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു. താങ്ക് യു.